ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിൻസ് എം ജെ വ്ളോഗ്സ്. ഗൈസ് അങ്ങനെ ഒരുപാട് കുറച്ച് നാളായി എന്തായാലും വ്ളോഗുകളൊക്കെ വന്നിട്ട്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവസാനത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഒരു തിരക്ക് പിടിച്ചൊരു സാഹചര്യമായി പോയി സുഹൃത്തുക്കളെ. അതിനിടയ്ക്കാണ് ക്ലാസ്സും കൂടി വന്നത്. സോ അപ്പോൾ എന്തായാലും നമ്മളുടെ വ്ളോഗിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ബട്ട് എന്നിരുന്നാലും എനിക്ക് വ്ളോഗ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു ഡിഫറെൻറ്റ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ ചൂണ്ടുണ്ടാക്കാൻ വേണ്ടി കൊപ്പത്തണ്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. കൊപ്പത്തണ്ട് കൊണ്ട് മീൻ പിടിക്കാൻ പറ്റുമോ എന്ന് ഡൗട്ട് ഉണ്ടാവും. ബട്ട് ഡെഫിനറ്റ്ലി നമുക്ക് പറ്റാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഇതിപ്പോൾ മണിയും കാര്യങ്ങളൊക്കെ ചൂണ്ടവള്ളി. ഓക്കെ, ഏകദേശം ഇത്ര നീളമുള്ളൂ, നമുക്കത് മതി. ഓക്കെ നമുക്ക് ചെറുതായിട്ട് മതി. ഇനി ഇവിടെ കെട്ടാം. ഇത് അത്യാവശ്യം നല്ല ബലം ഒക്കെ ഉള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു. യെസ്, അപ്പം നമ്മുടെ ചൂണ്ട റെഡിയായി സുഹൃത്തുക്കളെ. ചൂണ്ട റെഡി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ വെക്കാം. ഇതിങ്ങനെ വെക്കാം. പ്ലിങ് പ്ലിങ്. ഓക്കെ, അപ്പം നമ്മുടെ ചൂണ്ട റെഡി. ചൂണ്ടയിലേക്ക് തീറ്റ ഇട്ട് കൊടുക്കാം. കുടലാണ് കേട്ടോ തീറ്റ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മളുടെ അരപ്പൈന്നൊക്കെ വെട്ടണ പോലെ ഇട്ട സ്പോട്ടിൽ തന്നെ വെട്ടും. അത് ഉള്ള കാര്യമാണ്. അപ്പം നമുക്ക് ഞാൻ ഇട്ട് കാട്ടിയത് എന്തായാലും. ഇതിനിയിൽ മുട്ടിച്ച് കഴിഞ്ഞാൽ ഇപ്പം വെട്ടും, ഉറപ്പാണ്. മുട്ടിച്ച സ്പോട്ടിൽ വെട്ടും. ഞാൻ കാട്ടിയതിനായി അപ്പോൾ ഗൈസ് നമുക്ക് നല്ല 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 പടക്കണം നേടിയിരിക്കുകയാണ് ഗൈസ്. നമ്മളുടെ ചൂണ്ട പക്ക പെർഫെക്റ്റ് ആയിട്ട് വർക്കായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നമുക്ക് നല്ല അടിപൊളി മീനെ കിട്ടിയിരിക്കുവാണ്.
ഗൈസ് നമ്മുടെ സൺസെറ്റ് കാട്ടി തരാൻ വേണ്ടി വന്നതാണ്, പക്ഷെ അത് പോയി, നേരം ലേശം വൈകി.